ഹലോ, വിഷൻ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതെന്തെന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോട് ട്രിപ്പ് പോയൊരു വ്ളോഗാണ്. ഇത് മുമ്പേ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഫസ്റ്റ് ഞാൻ ഷോർട്സിലാണ് ഇത് കൊടുത്തിട്ടുണ്ടായത്, പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി വോയിസ് ഓവർ കൊടുത്തിട്ട് മെയിൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എല്ലാ സൗണ്ടും ഞങ്ങളെ സംസാരവും എല്ലാം കേട്ടിട്ടാണ് രസം. ഇതെന്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ആ സ്നോ ഫാൻറ്റസീൻ്റെ അകത്ത് അങ്ങ് പോയ സമയത്ത് ഭയങ്കര പാട്ടും എല്ലാം ഉണ്ടായതുകൊണ്ടായിരിക്കും വന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കാം പിന്നെ വോയിസ് ഓവർ ചെയ്തിട്ടെന്ന്. ഇതാ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് മൊത്തത്തിലൊന്ന് മാൾ കറങ്ങിയതിന് ശേഷം ഈ സ്നോ ഫാൻറ്റസിക്ക് പോകും. മെയിനായിട്ട് ഇവിടെ വരാൻ കാരണം ഈ സ്നോ ഫാൻറ്റസി ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ഇതന്നെ കുറേ കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു, മറ്റേ ഹൈലൈറ്റ് മാളിൽ പോകാം, സ്നോ ഫാൻറ്റസിയിൽ പോകാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം മേലെ പോയിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് സ്നോ ഫാൻറ്റസി പിന്നെ അണ്ടർഗ്രൗണ്ടിലാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നിട്ടാണ് സ്നോ ഫാൻറ്റസീൻ്റെ അകത്തേക്ക് കയറിയത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് വെച്ചാൽ -7 ആണ് ഇവിടുത്തെ തണുപ്പ്. യഥാർത്ഥത്തിലൊരു തണുപ്പ് രാജ്യത്തെല്ലാം എങ്ങനെയാണ് തണുപ്പുള്ളത് അതേ ഒരു പ്രതീതിയാണ് ഇവിടെ. ഒറിജിനൽ സ്നോ പോലെ തന്നെ കുട്ടികൾക്കെല്ലാം നല്ല രസമായിട്ടുണ്ട്. ഇദ്രീസെല്ലാം സ്ലൈഡിലെല്ലാം പിന്നെ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുക്ക് സഹറ ബേബിക്ക് മറ്റേ റൗണ്ട് ബോട്ടിൽ കറങ്ങണം എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവളെ കയറ്റി കൊടുക്കുക. പിന്നെ അങ്ങനെ സെയ്തും ഞാനെല്ലാം സ്നോ എല്ലാം എറിഞ്ഞ് കളിക്കുന്നുണ്ടായിന്. നല്ല രസമായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ കുറേ സമയം തണുപ്പ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് പകുതി എന്ന് വെച്ചിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. നല്ല തണുപ്പ്, നല്ല എൻജോയ്മെൻറ്റ്, നല്ല ഇനു പിന്നെ നല്ല രസമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെന്ന് വെച്ചാൽ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട് സംഭവം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഷോർട്സ് ഇട്ടപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഒറിജിനൽ സൗണ്ടും പാട്ടെല്ലാം കേട്ടിട്ട് ഈ വീഡിയോ നല്ല ഉണ്ടായിരുന്നു. പാട്ടിനനുസരിച്ചിട്ട് ഓരോ കളി ഞങ്ങൾ കളിക്കുന്നതാണ്. എൻ്റെ ഇടയിൽ നിന്ന് സെയ്തിൻ്റെ ഒരു വികൃതി ഉണ്ട് ഇതിൽ, എൻ്റെ മേലിലേക്ക് സ്നോ എറിയുന്നതും. പക്ഷേ ഇതൊക്കെ തന്നെയാണ്. ഓനുണ്ടെങ്കിൽ പിന്നെ വൈബിൻ്റെ കാര്യത്തിൽ പറയാനില്ല, നല്ല രസമായിരുന്നു. ഇത് പിന്നെ അവിടെ ഒരു സ്നോ സ്ലൈഡിങ് ഉണ്ട്. അങ്ങനെ ഒരു മേലിലേക്ക് ഒരു പാലം പോലത്തെ കയറിയിട്ട് അവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഒരു ഡിസ്ക് മേലെ ഇരുന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നതാണ്. അത് നല്ലൊരു രസമുണ്ടായിരുന്നു. നല്ല പാട്ടെന്ന് വെച്ചാൽ DJ പാട്ടും എല്ലാത്തരം പാട്ടും ഉണ്ട് അവിടെ. നല്ല ലൈറ്റിങ്സും എല്ലാം ആയിട്ട് നല്ല അടിപൊളി വൈബാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല, യഥാർത്ഥത്തിൽ അവിടെ പോയവർക്കേ മനസ്സിലാവും. നല്ല പാട്ടും പിന്നെ അടിപൊളി ആൾക്കാരും എല്ലാം ഒത്തിട്ട് നല്ലൊരു ആംബിയൻസാണ്. നല്ല അഫോർഡബിൾ റേറ്റ് തന്നെ. പെർ ഹെഡ് ഒരു എന്താ പറയുക, അവർ നമുക്ക് കയറുമ്പോൾ തന്നെ ജാക്കറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും പിന്നെ ജാക്കറ്റും അതിന് മറ്റേ ഐസിൽ നടക്കാൻ പറ്റിയ ഷൂവും ഗ്ലൗസും എല്ലാം അവർ തരും. പെർ ഹെഡ് എന്തപ്പാ 350 അങ്ങനെ എന്തോ, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഏകദേശം നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, നേരെ ഓർമ്മയില്ല, കുറച്ചായി ഞങ്ങൾ പോയിട്ട്. പിന്നെ അങ്ങനെ ഈ പാലത്തിലൂടെ നടന്നിട്ടാണ് ആ മറ്റേ ഡിസ്ക് സ്കേറ്റിങ്, സ്കേറ്റിംഗ് അല്ല, സ്ലൈഡിങ് നടത്തുന്നുള്ളത്. സോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോന്നിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ട്രൈ ചെയ്യുന്നത് കൊണ്ടുണ്ട്. അങ്ങനെ കുട്ടികളെ റൈഡെല്ലാം സെപ്പറേറ്റ് ഉണ്ട്. സ്ലൈഡും സ്വിങ്ങും റൗണ്ട് അബൌട്ടും എല്ലാം അകത്ത് തന്നെ. വലിയ ആൾക്ക് അവിടെ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാനുള്ള സ്പേസും പിന്നെ സ്ലൈഡിങ്ങും പിന്നെ ഇഗ്ലൂ പോലത്തെ ഒരു ഇതും ഉണ്ട് ഉള്ളിൽ. അതിലെല്ലാം പോയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അതിന് ശേഷം അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫുള്ള് ബാക്കിയുള്ള സ്റ്റാളെല്ലാം മൊത്തം കറങ്ങി നോക്കി, ബാക്കിയുള്ള ഷോപ്സും എല്ലാം നോക്കി. പിന്നെ അവിടെ പിന്നെ ചെറിയ കുട്ടികൾക്ക് കാർ ഓടിക്കാനുള്ള സ്പേസ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പൺ സ്പേസിൽ കാർ ഓടിക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്ക്, 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം. അങ്ങനെ ഇദ്രീസിന് ചാൻസ് അടിച്ച് അവനങ്ങനെ കാർ പിന്നെ ഡ്രൈവ് ചെയ്തു. പിന്നെ അതായത് മൊത്തത്തിൽ ആ ഫ്ലോർ മൊത്തത്തിൽ കറങ്ങാനുള്ള ഇതുണ്ട് കുട്ടികൾക്ക്. അങ്ങനെ ഇതിനും ഒരു റേറ്റ് ഉണ്ട്, എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ അങ്ങനെ ഒരു ഫുള്ള് അവർ കൺട്രോൾ ചെയ്ത് തരും. പിന്നെ കുട്ടികളവിടെ ഇരിക്കേണ്ടതേ ഉള്ളൂ കാറിൽ, അവരെന്നെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകും. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ പ്ലേ സ്റ്റേഷൻ്റെ അവിടത്തേക്ക് പോയി. അത് എന്തോ 4th ഫ്ലോർ അങ്ങനെ എന്തോ ആണ് വരുന്നത്. പ്ലേ സ്റ്റേഷൻ്റെ അവിടെയും പലതരം പിന്നെ ഗെയിംസും കുട്ടികൾക്ക് പറ്റിയതും വലിയവർക്ക് പറ്റിയതും എല്ലാത്തരം ഗെയിംസ് അവിടെ ഉണ്ട്. അത് അവരൊരു കാർഡ് തരും. അതായത് ആ കാർഡിൻ്റെ പിന്നെ ഒരു എത്രയോ നമ്മൾ അതിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്ന പോലെ തന്നെ എന്തോ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ചാർജ് ചെയ്യണം. ആ കാർഡിൻ്റെ കാലാവധി കഴിയുന്നത് വരെ നമുക്ക് അവിടെ പ്ലേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ പ്ലേ ഏരിയയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പ്ലേ സ്റ്റേഷനിലെല്ലാം പോയതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള ഫുഡ് ഏരിയയിലാണ് പോയത്. പിന്നെ ഫുഡും എങ്ങനെയാണ്, അടിപൊളി ഫുഡ് തന്നെ, എല്ലാത്തരം ഫുഡും അവിടെ ഉണ്ട്. ഫാസ്റ്റ് ഫുഡുണ്ട്, നോർമൽ ഫുഡ് വേണ്ടവർക്ക്, വെജിറ്റേറിയൻ ഫുഡ് വേണ്ടവർക്ക് അതും ഉണ്ട്. അങ്ങനെ സെൽഫ് സർവീസാണ് പിന്നെ ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്നും മടങ്ങി. ഒരു ഫുൾ ഡേ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.